ഡിയർ ഓൾ, ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അഥവാ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ കുറിച്ചാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഓർഡിനറി സെൻസിലുള്ള യൂഷ്വൽ സെൻസിലുള്ളൊരു ഫംഗ്ഷൻ അല്ല. അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൻ്റെ ഡെഫിനേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്തുകൊണ്ട് ഇത് യൂഷ്വൽ സെൻസിലുള്ള അല്ലെങ്കിൽ ഓർഡിനറി സെൻസിലുള്ള ഒരു ഫംഗ്ഷൻ ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിറൈവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റായിട്ടാണ്. അപ്പോൾ ആദ്യം ആ ഫംഗ്ഷനെ നമുക്ക് പരിചയപ്പെടാം. വി കൺസിഡർ ദ ഫംഗ്ഷൻ I denote it by d sub tau of t minus t naught. ഇവിടെ tau എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോസിറ്റീവ് റിയൽ നമ്പറാണ്. ടി നോട്ട് എന്ന് പറയുന്നതും ഒരു ഫിക്സഡ് റിയൽ നമ്പറാണ്. അത് പോസിറ്റീവ് ആണെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി എനി റിയൽ നമ്പർ. സോ d tau of t minus t naught is defined as 1 by 2 tau, that is reciprocal of 2 tau when t lies in between t naught minus tau and t naught plus tau. ഓക്കെ, ടിയുടെ വാല്യൂ ടി നോട്ട് മൈനസ് ടൗവിനും ടി നോട്ട് പ്ലസ് ടൗവിനും ഇടയ്ക്ക്, അഥവാ ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ടൗവിനും പോസിറ്റീവ് ടൗവിനും ഇടയ്ക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1/2 ടൗ ആണ്. ബാക്കിയുള്ളിടത്തെല്ലാം 0 ആണ്, 0 അതർവൈസ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ടി നോട്ടിൽ നിന്ന് ടൗ ഡിസ്റ്റൻസിൽ റൈറ്റിലേക്ക് പോയാൽ ടി നോട്ട് പ്ലസ് ടൗവിനെ കാണാം. ടി നോട്ടിൽ നിന്ന് ടൗ ഡിസ്റ്റൻസ് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ടി നോട്ട് മൈനസ് ടൗവിനെയും നമുക്ക് റിയൽ ലൈനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ടി നോട്ട് മൈനസ് ടൗ ടു ടി നോട്ട് പ്ലസ് ടൗവിൽ ടി വേരി ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 1/2 ടൗ. അപ്പോൾ 1/2 ടൗ ഹൈറ്റിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇതാണ് 1/2 ടൗവിൻ്റെ പൊസിഷൻ എന്ന് സങ്കല്പിച്ചാൽ ഇത്രയും പോകും അല്ലേ? ഇതാണ് ആ ഗ്രാഫ് വരുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ 0 ആണ്. ഓക്കെ, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ 0 ആണ്, ഇവിടെ നിന്ന് അങ്ങോട്ടും 0 ആണ്, ഇവിടെ വരെ ടി നോട്ട് മൈനസ് ടൗ വരെ 0 ആണ്. ഓക്കെ, ടി നോട്ട് മൈനസ് ടൗ മുതൽ ടി നോട്ട് പ്ലസ് ടൗ വരെ ഈ ഹൈറ്റ് 1/2 ടൗ ഹൈറ്റിലാണ് ഗ്രാഫ് കിടക്കുക. ടി നോട്ട് പ്ലസ് ടൗ ഓൺവേർഡ്സ് വീണ്ടും 0 ആവും. സോ ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, ഡി ടൗ ഓഫ് ടി മൈനസ് ടി നോട്ട്. ഇതിൻ്റെ വാല്യൂ നോക്കൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഒരു ഇൻ്റർവെല്ലിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ മറ്റൊന്നുമല്ല, ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് തന്നെയാണ് അല്ലേ? ടി നോട്ട് മൈനസ് ടൗ മുതൽ ടി നോട്ട് പ്ലസ് ടൗ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 ടൗ ആണ്. കാരണം ടി നോട്ട് മൈനസ് ടൗ ടു ടി നോട്ട് പ്ലസ് ടൗ. എങ്ങനെയാണ് നമ്മളൊരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് കണക്കാക്കുന്നത്? അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ടി നോട്ട് പ്ലസ് ടൗവിൽ നിന്ന് ടി നോട്ട് മൈനസ് ടൗ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 ടൗ ആണ്. സോ ദിസ് 2 ടൗ ഈസ് നത്തിങ് ബട്ട് the length of this interval. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ടു ഹാവ് ദ വാല്യൂ which is equal to reciprocal of the length of this interval on which it is producing non-zero value. non-zero value പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണോ ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ് വാല്യൂ വരുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം അത് 0 ആണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഇതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, യൂഷ്വൽ സെൻസിലുള്ള ഫംഗ്ഷൻ തന്നെയാണ്, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആസ് ടൗ ടെൻസ് ടു 0, അത് ആ ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ വി ഡിഫൈൻ ദ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഓർ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ which is denoted by the symbol delta of t minus t naught as the limit of d tau of t minus t naught as tau tends to 0. That means delta of t minus t naught equal to limit of d tau of t minus t naught as tau tends to 0. ഇനി ടൗവിനെ 0യിലേക്ക് ടെൻഡ് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താണ് വരിക? നമുക്കതൊന്ന് നോക്കാം. ഈ ടൗ 0യിലേക്ക് വരുമ്പോൾ ഈ ഇൻ്റർവെൽ എന്താ സംഭവിക്കുക? ഈ ഇൻ്റർവെൽ ചെറുതായി വരും. എങ്ങോട്ട് വരും? ടി നോട്ട് മൈനസ് ടൗ ടി നോട്ട് പ്ലസ് ടൗ. ടൗവിൻ്റെ വാല്യൂ കുറയും തോറും ടി നോട്ട് പ്ലസ് ടൗ എന്ന് പറയുന്നത് ടി നോട്ടിലേക്ക് അടുത്തടുത്ത് വരും. ടി നോട്ട് മൈനസ് ടൗവും ടി നോട്ടിലേക്ക് അടുത്തടുത്ത് വരും. അപ്പോൾ ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലേക്ക് അത് ചുരുങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇൻ്റർവെൽ ഈ ഓപ്പൺ ഇൻ്റർവെൽ ആയതുകൊണ്ട് അത് ടി നോട്ട് ആവുന്നില്ല, പക്ഷേ ടി നോട്ടിനോട് വളരെ ക്ലോസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ആ പോയിന്റിൽ മാത്രമായിട്ട് ഈ വാല്യൂ 1/2 ടൗ എന്ന് പറയുന്ന വാല്യൂ
വരികയും ചെയ്യും. ഈ 1/2 ടൗ എന്ന് പറയുന്ന വാല്യൂവിന് എന്ത് സംഭവിക്കും? ടൗ 0യിലേക്ക് വരുമ്പോൾ ദിസ് ബിക്കമിങ് ലാർജർ ആൻഡ് ലാർജർ അല്ലേ, ഗോസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ടി നോട്ട് എന്ന് പറയുന്ന സിംഗിൾ പോയിന്റിൽ ഒരു വലിയ വാല്യൂ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഡി ടൗ ഈ ഈ ഈ ഡെൽറ്റ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളിടത്തെല്ലാം സീറോ. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പറയാവുന്ന കാര്യം ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ വാല്യൂവിനെ കുറിച്ച് നമുക്ക് പറയാവുന്നത് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ വാല്യൂ ഈ ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും സീറോ ആയിരിക്കും. ബിക്കോസ് ഓഫ് ദിസ്. ഓക്കെ, ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലോ അത് വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി ഇൻഫിനിറ്റി. ഇനി മാത്രമല്ല ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? ഇൻ്റഗ്രൽ നോക്കൂ, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ലിമിറ്റ് ഓഫ് ടൗ ടെൻസ് ടു സീറോ ഡി ടൗ ഓഫ് ടി മൈനസ് ടി നോട്ട് ഡി ടി. പക്ഷേ ഡി ടൗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, 1/2 ടൗ ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ലിമിറ്റും ഇൻ്റഗ്രലൊക്കെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. അതിവിടെ അലൗഡ് ആണെന്നൊക്കെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ഞാൻ പുറത്തെഴുതി. ലിമിറ്റ് ആസ് ഡെൽറ്റ ടൗ ടെൻസ് ടു സീറോ ഇൻ്റഗ്രൽ ഓഫ് 1/2 ടൗ ഡി ടി. ഓക്കെ, പക്ഷേ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റിയിൽ റേഞ്ച് ഉണ്ടെങ്കിലും ഈ ഡി ടൗവിൻ്റെ പ്രത്യേകത പ്രകാരം അത് എവിടെ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ? ടി നോട്ട് മൈനസ് ടൗ മുതൽ ടി നോട്ട് പ്ലസ് ടൗ വരെ വേരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ലിമിറ്റിനെ ടി നോട്ട് മൈനസ് ടൗ ടു ടി നോട്ട് പ്ലസ് ടൗ എന്ന ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ആസ് ടൗ ടെൻസ് ടു സീറോ 1/2 ടൗ, അത് ഈ കോൺസ്റ്റൻറ്റ് ഇൻറ്റു പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താ വരിക? നത്തിങ് ബട്ട് ദ ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവൽ അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്. 1/2 ടൗ ഇൻറ്റു ഡി ടി. ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലെങ്ത് ഓഫ് ദ ഇൻ്റർവൽ. ഇപ്പോൾ ടി നോട്ട് പ്ലസ് ടൗ ടി നോട്ട് മൈനസ് ടൗ ടു ടി നോട്ട് പ്ലസ് ടൗ എന്ന് പറയുന്ന ഇൻ്റർവലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതും 2 ടൗ ആണ്. സോ ദിസ് വിൽ ബി 1. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ വാല്യൂ equal to 0 for t not equal to t naught, and it has the total integral value equal to 1. Okay, so the Dirac delta function delta of t minus t naught is defined to have the properties. Number 1, delta of t minus t naught equal to 0 for t not equal to t naught, and the integral minus infinity to positive infinity delta of t minus t naught dt equal to 1. ഈ രണ്ട് പ്രോപ്പർട്ടീസും വെച്ചുകൊണ്ട് നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഈ പ്രോപ്പർട്ടീസാണ് ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ നമ്മുടെ യൂഷ്വൽ സെൻസിലുള്ള ഫംഗ്ഷൻ അല്ലാതാക്കി മാറ്റുന്നത്. കാരണം ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കൂ, ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലായിടത്തും ടി നോട്ട് എന്ന് പറയുന്ന ആ സിംഗിൾ പോയിന്റിലൊഴികെ ബാക്കി എല്ലായിടത്തും സീറോ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ പോയിന്റിലൊഴികെ ബാക്കി എല്ലായിടത്തും സീറോ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ കിട്ടേണ്ടത് സീറോ ആണ്. ഓക്കെ, കാരണം ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമേ ഇത് സീറോ അല്ലാതെ വരുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും സീറോ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമാൻ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ് താനും. ഓക്കെ, ഈ പ്രോപ്പർട്ടീസാണ് ഈ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനെ അഥവാ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ യൂഷ്വൽ സെൻസിലുള്ള അല്ലെങ്കിൽ ഓർഡിനറി സെൻസിലുള്ള ഫംഗ്ഷൻ അല്ലാതാക്കി മാറ്റുന്നത്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ കാണാൻ പറ്റും. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് ഡി ടി ഈക്വൽ ടു 1 ആയതുകൊണ്ടാണ് ഇതിനെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം മെക്കാനിക്സിൽ ഫിസിക്സിൽ ഇത്തരം ഇൻ്റഗ്രൽസിനെ നമ്മൾ ഇമ്പൾസ് എന്ന് പറയാം. എസ്പെഷ്യലി ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഫംഗ്ഷൻ ഒരു ഫോഴ്സിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഒരു ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രിസൈസ്ലി ദ ടോട്ടൽ ഇമ്പൾസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ബൈ ദ ഫോഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇമ്പൾസ് 1 വന്നതുകൊണ്ടാണ് ഇതിനെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ഡെൽറ്റ അഥവാ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഡി ടൗ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റായിട്ടാണ്. അപ്പോൾ
ഈ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് ഡി ടൗവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് അതിൻ്റെ ലിമിറ്റ് ആസ് ടൗ ടെൻസ് ടു 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടും? ഡെൽറ്റയുടെ അഥവാ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടും. അതിൻ്റെ കാരണം ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു കണ്ടിന്യൂസ് ഓപ്പറേറ്ററാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡി ടൗവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. So from the definition of Dirac delta function delta of t minus t naught, we see that Laplace transform of delta of t minus t naught will be equal to limit of Laplace transform of d tau of t minus t naught as tau tends to 0. Now let's compute this part. Laplace transform of to determine d tau of Laplace transform of d tau of t minus t naught. Okay, നമുക്കത് കണ്ടുപിടിക്കാം. By definition, what is d tau? By definition, d tau of t minus t naught is constant 1 by 2 tau when t lies in between t naught minus tau less than t naught plus tau and 0 otherwise. This is the definition of d tau. Okay, പക്ഷേ ഈ ഫംഗ്ഷന് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിൽ എഴുതാമല്ലോ. ഓക്കെ, ഇതിനെ 1 by 2 tau ഇൻറ്റു 1, ടിയുടെ വാല്യൂ ഇതിനും ഈ ഇൻ്റർവെല്ലാകുമ്പോൾ 1 by 2 tau ഇൻറ്റു 1, ബാക്കി എല്ലായിടത്തും 0. അപ്പോൾ ഇതിന് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് 1 by 2 tau ഇൻറ്റു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അറ്റ് ടി നോട്ട് മൈനസ് ടൗ മൈനസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അറ്റ് ടി നോട്ട് പ്ലസ് ടൗ. ഓക്കെ, സോ ദിസ് ഇസ് ദി difference of the unit step functions at t naught minus tau minus unit step function at t naught plus tau. ഓക്കെ, ഈ രണ്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിനെ 1 by 2 tau കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അതായിരിക്കും ഇത്. കാരണം ഇത് എന്ന് പറയുന്നത് 1 by 2 tau times 1 and 0. Okay, 1 if t lies in between t naught minus tau and t naught plus tau and 0 otherwise. ഇങ്ങനെയാണല്ലോ. ഇതിനെങ്ങനെ എഴുതാമല്ലോ? ഈ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനാണ് ആക്ച്വലി എന്ത്? യു ടി നോട്ട് മൈനസ് ടൗ ഓഫ് ടി മൈനസ് യു ടി നോട്ട് പ്ലസ് ടൗ ഓഫ് ടി. നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ഡി ടൗ ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലാപ്ലാസ്, റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടാൽ മതി. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, നൗ ടേക്ക് ഇൻ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം. Okay, so therefore Laplace transform of d tau of t minus t naught will be equal to 1 by 2 tau. അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ 1 by 2 tau ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി നോട്ട് മൈനസ് ടൗ മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി നോട്ട് പ്ലസ് ടൗ ഓഫ് ടി. ഇനി എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം? വി നോ ദാറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു സി ടി ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ നെഗറ്റീവ് സി എസ് ബൈ എസ്. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് സൈഡിൽ 1 by 2 tau ടൈംസ് ഇവിടെ സിയുടെ പൊസിഷനിൽ ടി നോട്ട് മൈനസ് ടൗ, സോ ദാറ്റ് വിൽ ബി ഇ റേസ് ടു നെഗറ്റീവ് ടി നോട്ട് മൈനസ് ടൗ എസ് ബൈ എസ് മൈനസ് ഇ ടു ദ പവർ നെഗറ്റീവ് ടി നോട്ട് പ്ലസ് ടൗ എസ് ബൈ എസ്. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇങ്ങനെ. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇ റേസ് ടു നെഗറ്റീവ് ടി നോട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ റേസ് നെഗറ്റീവ് ഓഫ് ടി നോട്ട് മൈനസ് ടൗ എസിന് ഇ റേസ് നെഗറ്റീവ് ടി നോട്ട് എസിൻ്റെ ഇ റേസ് ടൗ എസ് ബൈ എസ് മൈനസ് ഇ റേസ് നെഗറ്റീവ് ടി നോട്ട് എസ് ഇൻറ്റു ഇ റേസ് നെഗറ്റീവ് ടൗ എസ് ബൈ എസ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇ റേസ് നെഗറ്റീവ് ടി നോട്ട് എസ് കോമൺ ഫാക്ടറാണ് എന്ന് ഞാൻ പുറത്തെടുത്ത് എഴുതി. സോ ഇ റേസ് നെഗറ്റീവ് ടി നോട്ട് എസ്, അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരും എന്താണ് വരിക? ഇ റേസ് ടൗ എസ് മൈനസ് ഇ റേസ് നെഗറ്റീവ് ടൗ എസ് ബൈ എസ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് അതിനെഴുതി. ഇനി വീണ്ടും നമുക്ക് നോക്കുമ്പോൾ ഈ ഇ റേസ് ടു ടൗ എസ് മൈനസ് ഇ റേസ് നെഗറ്റീവ് ടൗ എസ് ബൈ 2 ആണെങ്കിൽ അതിനെ ഹൈപ്പർബോളിക് സൈനിലേക്ക് എനിക്ക് കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ ഈ 2 ഞാനിവിടെ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതി റീറൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇ റേസ് ടൗ എസ് മൈനസ് ഇ റേസ് നെഗറ്റീവ് ടൗ എസ് ബൈ 2 എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് സൈനാണ്. സോ ഇറ്റ് വിൽ ബി സൈൻ എച്ച് ഓഫ് ടൗ എസ്. ബാക്കിയുള്ള ഇ റേസ് നെഗറ്റീവ് ടി നോട്ട് എസ് ബൈ ടൗ എസ് എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ കൂടെ എഴുതാം. അപ്പോൾ നമുക്ക് ഡി ടൗ ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടി. അതെന്താണ്? ഇ റേസ് നെഗറ്റീവ് ടി നോട്ട് എസ് ഇൻറ്റു സൈൻ എച്ച് ഓഫ് ടൗ എസ് ബൈ ടൗ എസ്.
Okay, so Laplace transform of d tau of t minus t naught equal to e to the power negative s t naught sin h of tau s by tau s, where s is positive. ഇനി നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലിമിറ്റ് എടുത്താൽ മതി. Therefore, Laplace transform of delta of t minus t naught equal to limit as delta tends, sorry, not delta, tau. Okay, limit as tau tends to 0, d tau of t minus t naught. Okay, that is equal to limit as tau tends to 0, e to the power minus st naught into sin h tau s by tau s. Okay, ഇവിടെ ടൗ ഇൻവോൾവ് ചെയ്യുന്നത് മാത്രമേ ലിമിറ്റ് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇ റേസ് നെഗറ്റീവ് എസ് ടി നോട്ട് എന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് പ്രൊസീജിയറിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് പുറത്ത് നമുക്ക് എഴുതാം ഇ റേസ് നെഗറ്റീവ് എസ് ടി നോട്ട് ഇൻറ്റു ലിമിറ്റ് ഓഫ് ദിസ്, ലിമിറ്റ് ആസ് ടൗ ടെൻസ് ടു 0 സൈൻ എച്ച് ഓഫ് ടൗ എസ് ബൈ ടൗ എസ്. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലോപിറ്റാൽസ് റൂൾ വെച്ചുകൊണ്ട് കാണാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട് ഇൻറ്റു limit as tau tends to 0, derivative of numerator, that is cos h, അല്ലേ, sin h ൻ്റെ derivative cos h of tau s into, we are differentiating with respect to tau, so into s divided by derivative of denominator tau s ൻ്റെ derivative with respect to tau, that is s. Okay, by L'Hopital's rule, by L'Hopital's rule. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് വീണ്ടും ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എടുക്കുമ്പോൾ കോസ് എച്ച് ഓഫ് ടൗ എസ് ആസ് ടൗ ടെൻസ് 0, ദാറ്റ് ഈസ് 1. അപ്പോൾ ഈ റേഷ്യോയുടെ ലിമിറ്റ് 1 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എസ് ക്യാൻസൽ ചെയ്തു, എന്നിട്ട് വീണ്ടും ലിമിറ്റ് എടുത്തു. സോ ഇ റേസ് മൈനസ് എസ് ടി നോട്ടിൻ്റെ ലിമിറ്റ് ഓഫ് കോസ് എച്ച് ഓഫ് ടൗ എസ്, പക്ഷേ ഹൈപ്പർബോളിക് കോസിൻ്റെ ലിമിറ്റ് ആസ് ടൗ ടെൻസ് 0, ദാറ്റ് വിൽ ബി 1. So e raised to minus st naught into 1, that is e raised to negative st naught. So Laplace transform of Dirac delta function delta of t minus t naught equal to e raised to minus st naught. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ രണ്ട് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസാണ്. അതായത് ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും അത് 0 എന്നുള്ള വാല്യൂ തരുന്നു. പക്ഷേ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഫുൾ റേഞ്ചിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ 1 ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് അതിനെ യൂഷ്വൽ സെൻസിലുള്ള ഫംഗ്ഷൻ അല്ലാതാക്കി മാറ്റുന്നത്. പക്ഷേ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് അതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടിയത് ഇ റേസ് ടു നെഗറ്റീവ് എസ് ടി നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ടി നോട്ടിൻ്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം പറയാം. ഇപ്പോൾ ടി നോട്ട് ഞാൻ 0 എടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 0, ദാറ്റ് ഈസ് 1. ഓക്കെ, ഇപ്പോൾ ടി നോട്ടിൻ്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഡിറൈവ് ചെയ്തു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.